നമ്മൾ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്കൊന്ന് പോവുകയാണ് കേട്ടോ. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ മഴ അങ്ങോട്ട് തുടങ്ങുമ്പോൾ കയറുന്ന വെള്ളക്കെട്ടാണ്. എത്രയോ സമയങ്ങളിൽ എല്ലാ മഴക്കാലത്തും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ എന്തായാലും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. ഞങ്ങളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, കുറച്ചു മുൻപേ തന്നെ ഗോകുല ചാല പരിസര പ്രദേശത്താണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ തന്നെ ഇതാ ഇപ്പോൾ വെള്ളക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നോക്കുകയാണെങ്കിൽ ഇടവിട്ട് ഇങ്ങനെ ഇടിച്ചുകുത്തി മഴ പെയ്യും, പെട്ടെന്ന് മാറും. അതാണ് ഇവിടുത്തെ സാഹചര്യം. പക്ഷെ നോക്കൂ, വെള്ളം ഇങ്ങനെ ഓരോ സ്ഥലത്തും കയറുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ജനങ്ങളും ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ്. പൂജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലയല്ല, ചാക്കയിലാണ്. ചാക്കയിൽ അജന്താപുള്ളി ലൈൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഈ അജന്താപുള്ളി ലൈനിലേക്ക് ചാക്കയ്ക്ക് അടുത്തു നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 30-40 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവർ ഈ പോകുന്ന വഴിയാണിത്. വാഹനം ഗതാഗതം അടക്കമുള്ള ഉണ്ടായിരുന്ന വഴിയാണ്. അപ്പോൾ ഈ മഴ തുടങ്ങിയ അന്ന് മുതൽ ഈ പ്രദേശമൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളത്തിലാണ്. ഈ വെള്ളത്തിനൊരു പ്രത്യേകത, കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. ഇത് കക്കൂസ് മാലിന്യം അടക്കമുള്ളവ ഈ വെള്ളത്തിൽ കലരാനുള്ള സാധ്യതകളുണ്ട്. സ്കൂളുകളുണ്ട്, വീടുണ്ട്. ഇതിനടുത്ത് തന്നെയാണ് ഗവൺമെൻറ് സ്കൂളുള്ളത്. അപ്പോൾ അവിടേക്കുള്ള കുട്ടികളൊക്കെ പോകുന്നത് ഈ വഴിയിൽ കൂടെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായി കുട്ടികളൊക്കെ തന്നെ മഴ മുന്നറിയിപ്പ് തുടങ്ങിയ സമയം തൊട്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജില്ലയ്ക്ക് ആദ്യ സമയത്ത് ഗ്രീൻ അലർട്ട് ആയിരുന്നു, പിന്നീട് ഇപ്പോൾ ഓറഞ്ച് അലർട്ടായി. ആ ഗ്രീൻ അലർട്ട് ഉള്ള സമയത്ത് പോലും കുട്ടികൾക്കൊക്കെ തന്നെ സ്കൂളിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് മാത്രമല്ല, കരിക്കകം അടക്കമുള്ള പ്രദേശത്ത്, കരിക്കകത്ത് നമ്മൾ ഇന്നലെ പോയി റിപ്പോർട്ട് ചെയ്തതാണ് ഒരു പ്രത്യേക സവിശേഷ സാഹചര്യം. 45 ദിവസമായി വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശം, പവർ ഹൗസ് റോഡിനോട് ചേർന്ന് ഉള്ള ഒരു പ്രദേശത്ത് താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വെള്ളം കയറുന്നതാണ്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായി ശക്തമായ വെള്ളക്കെട്ട് അവിടെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം കൂടെ കരിക്കകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. പലപ്പോഴും ഇതിപ്പോൾ മാധ്യമങ്ങളിലേക്കൊക്കെ ആ കരിക്കകത്തെ വാർത്ത പരക്കാൻ തുടങ്ങിയിട്ട് വളരെ അടുത്ത കാലത്തെ ആയിട്ടുള്ളൂ. എന്തായാലും ജനദുരിതം ഇന്നലെ പോയി കണ്ടതാണ്. അതിന് സമാനം തന്നെയാണ് ഈ സിറ്റിക്കകത്തുള്ള ജീവിതവും. പലപ്പോഴും ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റോഡ് നിർമ്മാണം മാത്രമാണ് പ്രശ്നമെന്ന് നമ്മൾ കരുതരുത്. കാരണം ബാക്കി ഇടറോഡുകൾ അടക്കമുള്ള പ്രശ്നത്തിൽ തന്നെയാണ്. കാരണം പണി മുമ്പോട്ട് പോകാത്തത് മാത്രമല്ല, മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. പല ഓടകളും വെള്ളക്കെട്ടുകളായി മാറുന്നതിൻ്റെ പ്രധാന കാരണം മണ്ണടിഞ്ഞു കൂടിയത് കൊണ്ടും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അടക്കമുള്ള വേസ്റ്റ് അടിഞ്ഞു കൂടിയത് കൊണ്ടും ഒക്കെ തന്നെയാണ്. അപ്പം മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ തന്നെ, ഈ പ്രദേശമൊക്കെ നമ്മൾ ഈ കാണുന്ന ഇതൊക്കെ തന്നെ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിലവിൽ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും തന്നെ സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ആളുകളൊക്കെ തന്നെ ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. സമയം 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ, 7-8 വരുന്നതേ ഉള്ളൂ. എന്തായാലും ആളുകളൊക്കെ പ്രതികരിക്കാനായിട്ട് വീണ്ടും എത്തുന്നുള്ള സംശയമില്ല. എന്തായാലും ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ കടന്നപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ ബാക്കി അങ്ങോട്ട് പോകുമ്പോഴുള്ള സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. സിറ്റിക്കകത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ അവസ്ഥ കുറെ കൂടെ രൂക്ഷമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും തലസ്ഥാന നഗരത്തിൻ്റെ അവസ്ഥ കൂടുതൽ ജനദുരിതത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരികൾ ആരും ഇതൊന്നും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രദേശത്ത് മുൻപ് നമ്മൾ പുറത്ത് നിന്ന സമയത്ത് ചാക്ക പ്രദേശത്ത് നിന്നപ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള അവർ പറയുന്നുണ്ട്. അപ്പം ജനങ്ങൾ അത്രത്തോളം തന്നെ ദുരിതത്തിലാണ്. ഒരു സ്ഥിതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ വെള്ളക്കെട്ടിനപ്പുറത്തേക്ക് തന്നെ ജനദുരിതം മറ്റൊരു തരത്തിൽ കൂടെ മാറുകയാണ്. എന്തായാലും കനത്ത കാറ്റും ശക്തമായ മഴയും ഒക്കെ മുൻപോട്ട് പോകുമ്പോൾ മരങ്ങൾ വീഴുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ കൂടെ തലസ്ഥാനത്തുണ്ട്. എന്തായാലും അതിനപ്പുറത്തേക്ക് വെള്ളക്കെട്ട് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. അത് ഈ റോഡ് പണിയുടെ മാത്രമൊന്നുമല്ല, അല്ലാതെ തന്നെ ഓടയുടെ നവീകരണങ്ങളൊക്കെ തന്നെ മുൻപോട്ട് പോകാത്തതിലടക്കമുള്ള പ്രശ്നങ്ങൾ തലസ്ഥാനത്തുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നതൊക്കെ തന്നെ വീടുകളിലേക്ക് കയറുന്ന വഴികളൊക്കെ തന്നെയാണ്. അവിടെ എല്ലാം തന്നെ ഇപ്പോൾ ഇത് തന്നെയാണ് നിലവിൽ സ്ഥിതി. എല്ലാം ഹൗസിംഗ് കോളനികളാണ്. അവിടെ എല്ലാം തന്നെ വെള്ളക്കെട്ടുണ്ടായ ഒരു സാഹചര്യം. ഇപ്പോൾ ഈ കാണുന്ന വീടൊക്കെ എനിക്ക് തോന്നുന്നു നിലവിൽ ഇത് ആൾതാമസമില്ലാത്ത വീടാവാനാണ് സാധ്യതയെന്ന് കരുതുന്നു. കാരണം കാട് മൂടി കിടക്കുകയാണ്. പക്ഷെ അടുത്തുള്ള വീടുകളൊക്കെ തന്നെ, അങ്ങോട്ടേക്കുള്ളതൊക്കെ നമ്മൾ മുൻപിലേക്ക് കാണുന്ന വീടുകളൊക്കെ തന്നെ ആൾതാമസമുള്ള വീടുകളാണ്. അവിടെയെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇതുവരെ ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. പൂജ.
ഗൂഗിളാണ് ആ പ്രദേശത്തെയൊക്കെ വിവരങ്ങൾ കൃത്യമായി നൽകിയത്. ഇപ്പോഴും കാണാം ആ വെള്ളക്കെട്ടിലൂടെയാണ് ഗൂഗിൾ നടക്കുന്നതും. പല വിധത്തിൽ ഈ രീതിയിൽ വെള്ളക്കെട്ട് പ്രശ്നമുണ്ട്. ഇങ്ങനെയല്ല, ഇതേപോലെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഓരോ മഴക്കാലത്തും നമ്മൾ ഇങ്ങനെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും. ബന്ധപ്പെട്ട അധികൃതരൊക്കെ ഒന്ന് കണ്ണു തുറക്കണം, ഞങ്ങളുടെ ദുരവസ്ഥയൊക്കെ ഒന്ന് ഇല്ലാതാക്കണം, അതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോഴും ഓരോ മഴക്കാലത്തും ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാട്ടുകാർ സങ്കടം പറയുക മാത്രമേ ഉള്ളൂ. ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.